കുട്ടികളെ, ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ ഓപ്പറേറ്റർ വൊക്കേഷണൽ തിയറി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശിശുപാലൻ, കാസർഗോഡ് കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ ടീച്ചറാണ്. യൂണിറ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ. കഴിഞ്ഞ വൊക്കേഷണൽ തിയറി വോളിയം 1 വീഡിയോയിൽ DBDO കോഴ്സിനെ കുറിച്ചും കോഴ്സിന്റെ സാധ്യതകളും ബേസിക് വിവരങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആദ്യ യൂണിറ്റായ ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ എന്ന പാഠഭാഗത്തിലെ ഈ സെഷനിൽ വാട്ട് ഈസ് ഡാറ്റ, റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് ഡാറ്റ, ടൈപ്സ് ഓഫ് ഡാറ്റ, ഡിഫറെന്റ് ഡാറ്റ ഫോർമാറ്റ്സ്, വാട്ട് ഈസ് ഇലക്ട്രോണിക് ഡാറ്റ, വാട്ട് ഈസ് OTP വൺ ടൈം പാസ്വേഡ് എന്നീ പാഠഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഡാറ്റ എന്തെന്ന് പരിശോധിക്കുക. താഴെ പറയുന്നവ പരിഗണിക്കുക. സച്ചിൻ 1.65, 72, 47, 150, മുംബൈ എക്സെട്ര. ഇതൊക്കെ ഫാക്ട്സ് അഥവാ വാല്യൂസ് ആണ്. ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ഓർ സെറ്റ് ഓഫ് വാല്യൂസ്. നമുക്കറിയാം, ഡാറ്റയെ നമുക്ക് മെഷർ ചെയ്യാം, കളക്ട് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം, അനലൈസ് ചെയ്യാം, പ്രോസസ് ചെയ്യാം. ഡാറ്റ ക്യാൻ ബി മെഷേർഡ്, കളക്റ്റഡ്, റിപ്പോർട്ടഡ് ആൻഡ് അനലൈസ്ഡ്. അടുത്തതായി ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ കണ്ട ഡാറ്റകളായ സച്ചിൻ 47, 1.65, മുംബൈ 72, 150 എന്നീ ഡാറ്റകളെ ഒരു ടേബിളിൽ ക്രമപ്പെടുത്തിയതായി കാണാം. നെയിം സച്ചിൻ, ഏജ് 47, ഹൈറ്റ് 1.65 മീറ്റർ, പ്ലേസ് മുംബൈ, സ്കോർ 172, സ്കോർ 2, 150. അതായത് ഈ ഡാറ്റകളെ ഒരു ടേബിളിൽ ക്രമപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ക്രമപ്പെടുത്തുമ്പോൾ ആ ഡാറ്റയെ കുറിച്ചുള്ള ശരിയായ വ്യക്തമായ വിവരം നമുക്ക് കിട്ടുന്നു. That is, when data is processed, we get some useful knowledge about the data and it is called information. That is, processed data is called information. Some real life examples of data. 1. Contact details of friends. നമുക്ക് ഏവർക്കും നമ്മുടെ സുഹൃത്തുക്കളുടെ കോണ്ടാക്ട് വിവരങ്ങൾ കയ്യിലുണ്ടായിരിക്കും. എന്തൊക്കെയാണ് അതിൽ വരിക? ഇറ്റ് ഇൻക്ലൂഡ്സ് നെയിം ഓഫ് ഫ്രണ്ട്സ്, ഫോൺ നമ്പർ, അഡ്രസ് എക്സെട്ര. ഇവയൊക്കെ ഡാറ്റ ആണെന്ന് കാണാം. ആധാർ കാർഡ് ഇമേജസ്. മിക്കവാറും നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് സുപരിചിതമാണല്ലോ. പുതുതായി ഒരു ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അഥവാ എൻറോൾമെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വിവരങ്ങളാണ് നാം നൽകിയത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പേര്, വയസ്സ് അഥവാ ജനന തീയതി, അഡ്രസ് എന്നിവ നൽകിയതായി ഓർക്കുന്നുണ്ടാവും. അതുകൂടാതെ എന്തൊക്കെയാണ് നിങ്ങൾ നൽകിയത്? ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ ഐറിസ് ഡാറ്റ സ്കാൻ ചെയ്ത് റെക്കോർഡ് ചെയ്തതായി ഓർക്കുന്നുണ്ടാവും. പിന്നെയോ നമ്മുടെ വിരലടയാളങ്ങൾ സ്കാൻ ചെയ്തതും ഓർക്കുന്നുണ്ടാവും. ഇവിടെ പേര്, ജനന തീയതി, അഡ്രസ് എന്നിവ കൂടാതെ ഐറിസ്, ഫിംഗർ പ്രിന്റ് എന്നീ ബയോമെട്രിക് വിവരങ്ങളും നമ്മൾ നൽകിയതായി കാണാം. നിത്യജീവിതത്തിൽ ഇവയൊക്കെ ഡാറ്റ എന്ന വിഭാഗത്തിൽ പെടുന്നതായി അവ ഉപയോഗപ്പെടുത്തുന്നതായും കാണാം. അടുത്തതായി ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനി. ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് നമ്പർ, എംപ്ലോയി കോഡ്, നെയിം ഓഫ് ദ എംപ്ലോയി, ഏജ്, കാറ്റഗറി തുടങ്ങിയവയും ഡാറ്റ ആണെന്ന് കാണാം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട്, അക്കൗണ്ട് നമ്പർ, നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, ഡെബിറ്റ്, ക്രെഡിറ്റ്, ബാലൻസ് തുടങ്ങിയ വിവരങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ വിവരങ്ങളിൽ കാണാം. ഇവയൊക്കെ ഡാറ്റയിൽ പെടുന്നു. സ്റ്റുഡൻസ് അറ്റൻഡൻസ് ഡീറ്റെയിൽസ്. സ്കൂളിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച അഡ്മിഷൻ നമ്പർ, ക്ലാസ് നമ്പർ, നെയിം, അറ്റൻഡൻസ്
എന്നിവയും ഡാറ്റയ്ക്ക് ഉദാഹരണങ്ങളാണ്. ടൈപ്സ് ഓഫ് ഡാറ്റ. ഇനി ഡാറ്റയുടെ രണ്ട് വിഭാഗങ്ങൾ പരിശോധിക്കാം. ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് into two as quantitative data and qualitative data. സംഖ്യകൾ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യാനും മെഷർ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്ന തരം ഡാറ്റകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. Quantitative data can be counted, measured and expressed using numbers, that is numerical information. For example, 4 brothers. 4 is a numerical value. 16.5 kg. 16.5 is a numerical value. 25 kilometer. 25 is a numerical value. എന്നാൽ അങ്ങനെ ന്യൂമറിക്കൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരം ഡാറ്റകളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഈസ് നോൺ ന്യൂമറിക്കൽ ഇൻ നാച്ചർ, ദാറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കൺസെപ്ച്വൽ. ദാറ്റ് ഈസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് സംതിങ്. ഫോർ എക്സാമ്പിൾ, ലോങ് ഹെയർ, ഫെയർ, ഹൈ എനർജി എക്സെട്ര. നേരത്തെ പറഞ്ഞതുപോലെ സംഖ്യകൾ ഉപയോഗിച്ച് എണ്ണി തിട്ടപ്പെടുത്തുവാനും അളക്കുവാനും സൂചിപ്പിക്കുവാനും കഴിയുന്ന തരം ഡാറ്റകളാണല്ലോ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ രണ്ട് തരത്തിലുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ഓഫ് ടു ടൈപ്പ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഉദാഹരണമായി, നമ്മുടെ സഹോദരങ്ങളുടെ എണ്ണം, ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഇവയൊക്കെ നമുക്ക് എണ്ണൽ സംഖ്യകളും പൂജ്യവും ഉപയോഗിച്ച് സൂചിപ്പിക്കുവാൻ പറ്റും. ഇങ്ങനെയുള്ള ഡാറ്റകളെ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുന്നു. ഡിസ്ക്രീറ്റ് ഡാറ്റ ക്യാൻ ടേക്ക് certain values. For example, number of students in a class, number of brothers, etc. എന്നാൽ നമ്മുടെ ഉയരം, ഭാരം, താപനില എന്നിവയെ സൂചിപ്പിക്കുമ്പോൾ ഡെസിമൽ അഥവാ ഫ്രാക്ഷൻ കൂടി വരാം. ഇത്തരത്തിലുള്ള ഡാറ്റകളെ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നു. കണ്ടിന്യൂസ് ഡാറ്റ ഈസ് എ ഡാറ്റ ദാറ്റ് can take any value within a range. For example, height of a person, weight of a person, temperature of a person, length, etc. For example, weight equal to 69.75, height of a person equal to 1.75, temperature equal to 96.4, length equal to 16.3, etc. Here 1.75, 69.75, 96.4, 16.3, etc. are continuous data. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തെ ആസ്പദമാക്കി ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നിവ ഉദാഹരണ സഹിതം കാണിച്ചിരിക്കുന്നതായി കാണാം. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. He is brown and black. He has long hair. He has lots of energy. ഇവ മൂന്നും അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചതാണ്. സോ ഇതിനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രീറ്റ് ഡാറ്റ. He has 4 legs. He has 2 brothers. ഇവിടെ 4, 2 തുടങ്ങിയ നമ്പേഴ്സ് ഡിസ്ക്രീറ്റ് ഡാറ്റയെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് കണ്ടിന്യൂസ് ഡാറ്റ. He weighs 25.5 kg. He is 565 millimeter tall. ഇവിടെ 25.5 kg, 5.65 meter രണ്ടും കണ്ടിന്യൂസ് ഡാറ്റകളാണെന്ന് കാണാം. ഈ ഡയഗ്രം ശ്രദ്ധിക്കുക. ഡാറ്റ ആർ ഓഫ് ടു ടൈപ്പ്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ഓഫ് ടു ടൈപ്പ്, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. ഡാറ്റ ഫോർമാറ്റ്സ്. നമുക്കറിയാം, ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ തുടങ്ങിയ ഡാറ്റകൾ നമുക്ക് ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റുവാനും സ്റ്റോർ ചെയ്തു വെക്കുവാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്നു. നിങ്ങൾക്ക് സുപരിചിതമായ വാട്സപ്പ് വഴി നാം നിരന്തരം ഇങ്ങനെയുള്ള ഫയലുകൾ സ്വീകരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ തുടങ്ങിയ എല്ലാ ഫയലുകളും ഒരേ ഫോർമാറ്റിലാണോ നാം കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നത്? അല്ല എന്ന് മനസ്സിലാകും. നിങ്ങൾ ഒന്ന് വാട്സപ്പ് നോക്കിയാൽ തന്നെ PDF, JPEG, MP4, GIF എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ഫയലുകൾ നമ്മൾ കൈമാറ്റം ചെയ്തതായി കാണാം. What are file formats? A file format specifies how bits are used to encode information in a digital storage medium. Document files, image files, video files, audio files, etc. uses different file formats. For example, PDF is used for online documents and printing purposes. MP4 is used for multimedia container format. Data file formats. നമുക്കറിയാം, ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ തുടങ്ങിയ ഡാറ്റകൾ നമുക്ക് ഡിജിറ്റൽ ഡാറ്റയാക്കി മാറ്റുവാനും സ്റ്റോർ ചെയ്തു വെക്കുവാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്നു. നിങ്ങൾക്ക് സുപരിചിതമായ വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ നാം നിരന്തരം ഇങ്ങനെയുള്ള ഫയലുകൾ സ്വീകരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ തുടങ്ങിയ എല്ലാ ഫയലുകളും ഒരേ ഫോർമാറ്റിലാണോ കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നത്? അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഒന്ന് വാട്സപ്പ് നോക്കിയാൽ തന്നെ PDF, JPEG, MP4, GIF എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ഫയലുകൾ നമ്മൾ കൈമാറ്റം ചെയ്തതായി കാണാം. അപ്പോൾ ഡാറ്റ ഫയൽ ഫോർമാറ്റിന്റെ ആവശ്യകത മനസ്സിലായല്ലോ. A file format specifies how bits are used to encode information in a digital storage medium. Document files, image files, video files, audio files, etc. uses different file formats. For example, PDF is used for online documents and printing purposes. MP4 is used for multimedia container format. ഇമേജ് ഫയലുകളെ സൂക്ഷിക്കുന്ന ഫയൽ ഫോർമാറ്റുകളെ പരിചയപ്പെടാം. 1. JPEG. സാധാരണയായി ഡിജിറ്റൽ ക്യാമറയിലെ ഫോട്ടോസ്, ഇമേജ് എന്നിവ ഈ ഫോർമാറ്റിലാണ് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നത്. Most commonly used by digital camera and images on www, that is JPEG. Second one is PNG. Lossless compression technique ഉപയോഗിച്ച് ഹൈ ക്വാളിറ്റി വേണ്ട ഇമേജുകൾ ഈ ഫോർമാറ്റിലാണ് സൂക്ഷിക്കുക. PNG, high quality file format which uses lossless compression technique. അടുത്തതായി GIF. അനിമേഷൻ രംഗത്ത് ഉപയോഗിക്കുന്ന ബിറ്റ് മാപ്പ് ഇമേജുകളാണ് ഇവ. GIF is a form of bitmap images used for animation. അടുത്തതായി SVG. ജാമിതീയ രൂപകങ്ങളെ ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റുകളാണ് SVG. SVG is used for digital illustration that are based on geometric shapes. അടുത്തതായി ഡോക്യുമെന്റ് ഫയൽ ഫോർമാറ്റുകളെ പരിചയപ്പെടാം. 1. PDF. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഫയലുകളാണ് ഇവ. PDF used for displaying files in the same format in all devices and softwares they are opened it. PDF file can contain many different elements: text, photos, vector, images, video, audio, etc. അതായത് ടെക്സ്റ്റ്, ഫോട്ടോസ്, വെക്ടർ ഇമേജ്, വീഡിയോ, ഓഡിയോ എന്നീ ഏത് വിഭാഗത്തെയും നമുക്ക് PDF-ൽ ഉൾപ്പെടുത്താൻ പറ്റും. Second one, doc. Word processing document created by Microsoft Word. Third one is docx. Microsoft Word file
using OpenXML format. Data file formats for video files. First one is MP4. വീഡിയോ ഓഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന ചെറിയ സൈസ് മൾട്ടിമീഡിയ ഫയലുകളാണ് ഇവ. MP4 is a multimedia container format. Files can contain video, audio and subtitles. It is a lightweight file. മറ്റ് തരത്തിലുള്ള വീഡിയോ ഫയൽ ഫോർമാറ്റ്സ് MPEG, AVI, M4V തുടങ്ങിയവയാണ്. MPEG, AVI, M4V are some other examples for video files. എന്താണ് ഇലക്ട്രോണിക് ഡാറ്റ എന്ന് പരിശോധിക്കാം. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഡാറ്റകൾ ഇലക്ട്രോണിക് ഡാറ്റ എന്നറിയപ്പെടുന്നു. ഡാറ്റ in general that is exchanged by electronic communication lines. സാധാരണയായി ഡിജിറ്റൽ വിഭാഗത്തിൽപ്പെടുന്ന ഡാറ്റകളാണിവ. ഡിജിറ്റൽ ഡാറ്റ in particular. Also, these are computer processable data as opposed to executable code. One time password അഥവാ OTP. നിലവിൽ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ബാങ്ക് ട്രാൻസാക്ഷൻ എന്നിവ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് വൺ ടൈം പാസ്വേഡ് അഥവാ OTP. ഒറ്റ തവണ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സാധാരണയായി ഒരു 6 ഡിജിറ്റ് നമ്പർ ആണിത്. ഇത് ഡൈനാമിക് പാസ്വേഡ് എന്നുകൂടി അറിയപ്പെടുന്നു. Then what is OTP? A password that is valid for only one login session or transaction on a computer system or other digital devices. സാധാരണയായി ഒരു ട്രാൻസാക്ഷന്റെയോ സിസ്റ്റത്തിന്റെയോ eavesdropping attack തടയാൻ OTP ഉപയോഗിക്കുന്നു. OTP is designed to counter eavesdropping attack on a system. A one-time password is a means of more simply and securely providing the identity of a system. അവസാനമായി ഒരു അസൈൻമെന്റ് കൂടെ ഉണ്ട്. What is data? What are the real time applications of data? Second one, what is data? Differentiate between qualitative and quantitative data. അടുത്തത് give any 6 file formats. അടുത്തത് what are electronic data? Next is what is OTP? Next, write any 4 image file formats. Next, what are the 2 types of quantitative data? Next, write examples of biometric data. Next, write a short note on biometric data used in real life. Thank you. Introduction to data എന്ന ആദ്യ യൂണിറ്റിലെ what is data, types of data, real life examples of data, quantitative data, qualitative data, data formats, electronic data, concepts of OTP എന്നിവ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. മനസ്സിലായി കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെന്റ് വർക്ക് എല്ലാവരും ചെയ്യുക. നിങ്ങളുടെ ബുക്കിൽ തന്നെ ഈ അസൈൻമെന്റ് വർക്ക് ചെയ്യുക. താങ്ക് യു.